പ്രക്ഷോഭകർക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കൂ, ഇല്ലെങ്കിൽ ആയത്തുള്ള അലി ഖമീനെ ഞങ്ങൾ വധിക്കും. ഇറാന് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ്. ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേരെ ഇറാന്റെ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് അമേരിക്കയുടെ വലിയ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർക്കുന്ന ഇറാൻ സൈന്യത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ഇറാനിലെ പ്രക്ഷോഭകരെയും കലാപകാരികളെയും വെടിവെച്ച് കൊല്ലാനാണ് ഇറാൻ സൈന്യത്തിന്റെ നീക്കമെങ്കിൽ ആയത്തുള്ള അലി ഖമീനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെയും അവസ്ഥ മറ്റൊന്നുമായിരിക്കില്ല. ആയത്തുള്ള അലി ഖമീനിയും ഞങ്ങൾ വധിക്കും. ഇതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വമ്പൻ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനിലേക്ക് അമേരിക്കയുടെ വലിയ സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നു. അമേരിക്കൻ പോർ വിമാനങ്ങൾ തലങ്ങും വലങ്ങും ഇറാന്റെ ആകാശത്തൂടെ കുതിച്ചു പായുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാന്റെ B-2 ബോംബറുകൾ ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇറാന് ചുറ്റുമുള്ള സൈനിക ബേസുകളിലേക്ക് അമേരിക്കയുടെ B-2 ബോംബറുകൾ പറന്നിറങ്ങി എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ എത്തിയെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും വമ്പൻ വിനാശകാരിയായിട്ടുള്ള ഡെൽറ്റ ഫോഴ്സ് ഇറാന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് നങ്കൂരമിട്ടു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഡെൽറ്റ ഫോഴ്സ് അമേരിക്കയുടെ നേവി സീലിനെ പോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു സേനാ സംഘം. അമേരിക്കയുടെ സൈന്യത്തിൽ ഔദ്യോഗികമായി എന്ത് പദവിയുണ്ട് എന്നതിനപ്പുറം അമേരിക്കയുടെ ഇതുവരെയുള്ള വിദേശ രാജ്യങ്ങളിൽ നടത്തിയ വമ്പൻ ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഡെൽറ്റ ഫോഴ്സ്, സദാം ഹുസൈന്റെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ കുശാഗ്ര ബുദ്ധിയുള്ള ആ സേനാ സംഘം, ഐസിസിന്റെ തലവന്മാരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തീർത്ത അമേരിക്കയുടെ ആ വജ്രായുധം. എന്തിനേറെ പറയുന്നു, 1970-കൾ മുതൽ സൗത്ത് ആഫ്രിക്കയിലും ആഫ്രിക്കയുടെ വിവിധ കേന്ദ്രങ്ങളിലും നടന്ന ഭീകര പോരാട്ടങ്ങളിൽ അമേരിക്കയുടെ കരുത്തു തെളിയിച്ച ഡെൽറ്റ ഫോഴ്സ്, ആ ഡെൽറ്റ ഫോഴ്സിന്റെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സംഘമാണിപ്പോൾ ഇറാന്റെ അതിർത്തിക്കപ്പുറത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കത്തിനാണ് അമേരിക്ക ഇറാനിൽ എന്തിനുള്ള പുറപ്പാടാണ്? വെനിസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയെ തട്ടിയെടുത്തതുപോലെ വെനിസ്വേലയിൽ നടത്തിയ ഒരു സൈനിക നീക്കം പോലെയുള്ള ഏതെങ്കിലും ഒരു സൈനിക നീക്കത്തിനാണോ ഇറാനിൽ അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്? ഇറാന്റെ ഉള്ളിൽ കടന്നു കയറി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെയും വധിക്കാനാണോ ഇപ്പോൾ അമേരിക്കയുടെ നീക്കം? അതോ അമേരിക്ക ഇറാനെ ബാഹ്യമായി ആക്രമിക്കുമോ? ഇറാനിലേക്ക് ഒരു സൈനിക നീക്കത്തിന് അമേരിക്ക ഇപ്പോൾ തയ്യാറെടുക്കുമോ? ഇറാന്റെ തലയ്ക്ക് മുകളിലൂടെ ഇറാന്റെ വ്യോമപാതയിലൂടെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ തലങ്ങും വിലങ്ങും കൂകിപ്പായുന്നു, ചീറിപ്പായുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആകെ ഭയചകിതരായിരിക്കുകയാണ് ഇറാൻ സേന. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ മാളത്തിൽ ഒളിപ്പിച്ചു ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഖമേനി ഇതിനകം മൊസാദിന്റെ വലയിലായി എന്നുള്ള ചില സൂചനകളും പുറത്തു വരികയാണ്. ഖമേനിയെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടി എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നു. ഇതേക്കുറിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാനിലാകട്ടെ ആഭ്യന്തര കലഹം ഇറാന്റെ നിയന്ത്രണം വിട്ട് വലിയ തോതിൽ വ്യാപിക്കുകയാണ്. 38 പേരാണ് ഈ ആഭ്യന്തര കലഹത്തിൽ, ഈ പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. ഈ പ്രക്ഷോഭത്തെയും ഈ പ്രക്ഷോഭകാരികളെയും നിയന്ത്രിക്കുന്നതിനും പ്രക്ഷോഭം നിലയ്ക്ക് നിർത്തുന്നതിനും തോക്കെടുത്തിരിക്കുകയാണ് ഇറാൻ സേന. ഇറാൻ സൈന്യം തെരുവുകളിൽ പ്രക്ഷോഭകാരികൾക്ക് നേരെ, കലാപകാരികൾക്ക് നേരെ വെടിയുതിർക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തലങ്ങും വിലങ്ങും ജനക്കൂട്ടത്തിനെ ആക്രമിക്കുകയാണ് ഇറാൻ സേനയുടെ ഈ അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകളിലും മുന്നറിയിപ്പ് നൽകി. ഇനിയും ജനക്കൂട്ടത്തെ തോക്കുപയോഗിച്ച് ആയുധമുപയോഗിച്ച് നിയന്ത്രിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ ഇറാന്റെ ഉള്ളിലേക്ക് അമേരിക്കയുടെ സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ വലിയൊരു സംഘം
ഇറാന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് ഇപ്പോൾ നങ്കൂരമിട്ടത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ നാവികപ്പട അത് ഇറാൻ തീരത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ B-2 ബോംബറുകൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ എയർബേസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇറാനെ ചുറ്റിപ്പറ്റി പറന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങളും ചില നടപടികളുമാണ് ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകാം. ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാര ലക്ഷ്യമാക്കി ഇറാന്റെ ബോംബാക്രമണം ഉണ്ടാകാം. ഇറാന്റെ ഭരണകൂടം സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാം. ഇനിയും അമേരിക്ക ആക്രമണത്തിന് പതിയിരിക്കില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനിയും കാത്തിരിക്കാൻ വയ്യെന്ന് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ നീക്കം ഇറാന്റെ ജാതകം തിരുത്തിക്കുറിക്കുമോ? വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയതുപോലെയുള്ള ഒരു സൈനിക നീക്കത്തിന് ഇറാനിൽ അമേരിക്ക തയ്യാറെടുക്കുമോ? അമേരിക്കയുടെ അടുത്ത നീക്കം എന്താണ്? ലോകം ഉദ്യോഗത്തോടെ കാത്തിരിക്കുകയാണ്. അതേസമയം തന്നെ സ്വന്തം ജനതയെ ആക്രമിക്കുന്ന, സ്വന്തം ജനതയ്ക്കെതിരെ ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും വർഷിക്കുന്ന ഇറാന്റെ ഭരണകൂടത്തെ ആട്ടിപ്പുറത്താക്കുക, ഇറാന്റെ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അമേരിക്കയുടെ ഈ നീക്കത്തിന് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം റഷ്യ ഈ പ്രതിസന്ധിയെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ഇറാനെ ആക്രമിക്കാനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കും? ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.